ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നൊരു യാത്രയിലാണ്. കരിമ്പേത്തെ നാട്ടിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചെറിയ നാട്ടിന് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളായിട്ട്. അപ്പൊ അവളും കുട്ടികളും ഞങ്ങളൊക്കെ പാടെ പോയി ഓട്ടോയില്. പോണ വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സും പഴമൊക്കെ മേടിച്ചു. രണ്ടാമത്തെ നാത്തൂന്റെ മോളിന്റെ കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രസവിച്ചപ്പോ കണ്ടതാണ്. ഇപ്പൊ കുട്ടിക്ക് 1 വയസ്സായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അവള് പെരുന്നാളായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നതാണ്. വന്നപ്പോ നമുക്കൊരു സർപ്രൈസ്. ഇതാ കോയമ്പത്തൂർക്ക് നാത്തൂനും മോളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നാത്തൂന്റെ മോളില് മൂത്ത കുട്ടിയാണ്. ഞങ്ങളെ കണ്ടപ്പോ തലയിൽ കൂടെ ഷാൾ ഇട്ടിട്ട് അവള് കടന്നുറങ്ങി. ഞങ്ങൾ അവിടെ എത്തിയതും എന്റെ നാത്തൂനിക്ക് ആരെങ്കിലും കണ്ടു പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ, പൊരിച്ചില് ഇത്തിരി കൂടുതലാണ്. എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഞങ്ങൾ പോകുമ്പോഴത്തേന് വെള്ളമൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോയതും വെള്ളമൊക്കെ കുടിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോ. ഇത് നാത്തൂന്റെ മോളുടെ മൂത്ത കുട്ടിയാണ്. അവന്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ അവൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദർസയിൽ ചേർത്തിയോ, എന്താണ് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ അതിനെ കുറിച്ച് അവൻ സംസാരിച്ചിരിക്കുന്നു. ചെറിയ നാത്തൂന്റെ മോളാണിത്. ഇതാ എന്റെ ഭർത്താവ് ഇതാ എന്റെ കുട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളർ ഗെയിം. നാത്തൂന്റെ ചെറിയ അടുക്കളയിൽ ഇതാ ചെടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പില് ബീഫ് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി ചോറ് കൊടുക്കാൻ അവർക്കൊക്കെ വിളമ്പി കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് എന്റെ ഭർത്താവിന് കഴിക്കാൻ കൊടുത്തു. നാത്തൂന്റെ ചെറിയ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഇവനെ പ്രസവിച്ചപ്പോ ഞങ്ങള് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ അവനക്ക് 1 വയസ്സ് കഴിഞ്ഞു. നല്ല ചിറിയായിരുന്നു, നല്ല കളിയും ചിറിയായിരുന്നു. അവന് വെറുതെ ചിരിച്ചും കൊണ്ട് ആരിനെ കണ്ടാലും ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. പ്രസവിച്ച പാട് കണ്ടതാണ്. പിന്നെ 1 കൊല്ലത്തിന്റെ ശേഷമാണ് ഇപ്പോഴാണ് കാണുന്നത്. അവന്റെ കുറച്ചു നേരം കളിച്ചും ചിരിച്ചു. പിന്നെ ഞങ്ങളെല്ലാരും കഴിക്കാൻ വേണ്ടിട്ടിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, വെറുംചോറുണ്ടായിരുന്നു, ബീഫ് കറി, മത്തി പൊരിച്ചത്, പരിപ്പ് കറി, അച്ചാറ്, പപ്പടം പൊരിച്ചത് കൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. എന്റെ നാത്തുമാർക്ക് എങ്ങനെ ആരെങ്കിലും കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് അവർക്ക്. നാത്തൂന്റെ മോളാണ്. ഇത് ചെറിയ നാത്തൂനാണ്. എന്റെ നാത്തൂന്റെ ബുദ്ധിയുണ്ട്. ഐസ്ക്രീം ഡപ്പയിലൊക്കെ പൂക്കള് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു വീഡിയോ എടുത്തതാണ്. കഴിച്ച് ഒന്ന് ഇരിക്കുമ്പോഴത്തേനും അടുത്തത് പായസം എത്തി. പായസം കുടിച്ചു. കഥയും പറഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് പായസം കുടിച്ചിട്ട് ഫോണെടുത്ത് അപ്പം എല്ലാവരും മുഖം പൊത്താൻ തുടങ്ങും. പിന്നെ കുറച്ചു നേരം കടന്നു. വെയിലിൽ വന്ന ക്ഷീണത്തിൽ കടന്നുറങ്ങി എണീക്കുമ്പോഴത്തേനും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ തുടങ്ങി. പിന്നെ ശരി, മഴ വരുന്ന പോലെ എന്തുകൊണ്ട് പോവാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളെന്നാ പോട്ടെ, മഴ വരുന്ന കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പോകുമ്പോ വല്ലാത്ത വിഷമം അവർക്ക്. അവര് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഞങ്ങളെല്ലാവരും പാടെ വന്നിട്ട് പോലെയല്ലേ. എന്റെ നാത്തൂന് അവളുടെ ഏടത്തികൾക്കൊക്കെ ഉമ്മ കൊടുത്തിട്ടും സലാം പറഞ്ഞിട്ട് പിരിഞ്ഞപ്പോ എന്താ എനിക്കില്ലേ പറഞ്ഞപ്പോ എനിക്കൊരു ഉമ്മ തന്നതാണ്. ഞങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നുകൂടും. എവിടെയെങ്കിലും പെട്ടെന്നൊരു ചെറിയ നാത്തൂൻ്റെ അടുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകും. ഞങ്ങൾ ഇറങ്ങിയത് മഴ തുടങ്ങി.